നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം. ഗവർണർമാർ ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത് പ്രശ്നം സൃഷ്ടിക്കുമെന്ന് സുപ്രീം കോടതി. ബിൽ അനിശ്ചിതകാലം തടഞ്ഞുവെക്കാൻ വിവേചനാധികാരമുണ്ടെങ്കിൽ പ്രശ്നമാണെന്നും ഈ വ്യാഖ്യാനം അംഗീകരിച്ചാൽ പണബില്ലുകളും തടഞ്ഞുവെക്കപ്പെടാമെന്നും ഭരണഘടനാ ബെഞ്ച്. സിപിഎമ്മിനും ബിജെപിക്കും മുന്നറിയിപ്പുമായി വി ഡി സതീശൻ. സിപിഎമ്മിനെ കാത്തിരിക്കുന്നത് കേരളം ഞെട്ടുന്ന വാർത്ത. ബിജെപി മാർച്ചിലെ കാളയുമായി രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് ഉടൻ പോകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. കണ്ടോൺമെന്റ് ഹൌസിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ചയിൽ നടപടി ആവശ്യപ്പെട്ട് ഡിജിപിക്ക് കത്ത് നൽകി വി ഡി സതീശൻ. എഡിജിപി എം.ആർ. അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. കീഴുദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയത് തെറ്റെന്നും വിജിലൻസ് സ്വീകരിച്ച നടപടികളിൽ വിശദീകരണം നൽകണമെന്നും കോടതി. തൃശൂർ പൂരം കലക്കലിൽ അജിത് കുമാറിന് സസ്പെൻഷൻ വേണ്ടെന്ന് ഡിജിപിയുടെ റിപ്പോർട്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പങ്കെടുക്കില്ല. പകരം 2 മന്ത്രിമാർ എത്തും. സ്റ്റാലിൻ പിന്മാറിയത് മുൻകൂട്ടി തീരുമാനിച്ച പരിപാടി ഉള്ളതിനാലെന്ന് വിശദീകരണം. മന്ത്രി വാസവൻ സ്റ്റാലിനെ ക്ഷണിച്ചത് രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെയെന്ന് കുമ്മനം രാജശേഖരൻ. ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനെന്ന് വി ഡി സതീശൻ. ആര്യനാട് പഞ്ചായത്ത് മെമ്പർ ശ്രീജയുടെ ആത്മഹത്യയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കുടുംബം. സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ മനം നൊന്താണ് ശ്രീജ ജീവൻ ഒടുക്കിയതെന്ന് ഭർത്താവ്. സിപിഎമ്മിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസും രംഗത്ത്. ഓണത്തിനൊരുങ്ങി മലയാളികൾ. തൃപ്പൂണിത്തുറയിൽ അത്തം ഘോഷയാത്രയ്ക്ക് തുടക്കം. ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് നടൻ ജയറാം. സൗജന്യ ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത മന്ത്രി ജി.ആർ. അനിൽ. സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിലെ ഗവർണർമാരുടെ വിവേചനാധികാരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി. ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത് പ്രശ്നം സൃഷ്ടിക്കുമെന്ന് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞു. നിലവിലെ നിയമം അംഗീകരിച്ച് മുന്നോട്ടു പോയാൽ മണി ബില്ലുകൾ വരെ തടഞ്ഞുവെക്കാമെന്നും കോടതിയുടെ നിരീക്ഷണം. അതേസമയം മണി ബില്ലുകൾ തടഞ്ഞുവെക്കുന്ന സാഹചര്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകി. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസിന്റെ വാദത്തിനിടെയാണ് വിവേചനാധികാരത്തിലുള്ള ആശങ്ക സുപ്രീം കോടതി പങ്കുവച്ചത്. ബിൽ അനിശ്ചിതകാലം തടഞ്ഞുവയ്ക്കാൻ വിവേചനാധികാരമുണ്ടെങ്കിൽ പ്രശ്നമാണെന്ന് ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞു. 200-ാം അനുച്ഛേദത്തിലെ വ്യാഖ്യാനം അംഗീകരിച്ചാൽ മണി ബില്ലുകളും തടഞ്ഞുവയ്ക്കപ്പെടാമെന്നും ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചു. അതേസമയം ഗവർണറുടെ അംഗീകാരത്തോടുകൂടിയാണ് മണി ബില്ലുകൾ അവതരിപ്പിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അത് തടയപ്പെടില്ലെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചു. 15 ദിവസത്തിനുള്ളിൽ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ വിവേചനാധികാരത്തിന്റെ ബലത്തിൽ 6 മാസം വരെ ഇത് നീണ്ടുപോകുന്നുണ്ടെന്ന് മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ പറഞ്ഞു. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുകൊണ്ട് തന്നെ ബില്ലുകളുടെ കാര്യത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകും. കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ലാത്ത ബില്ലുകൾ തടഞ്ഞുവെക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഭരണഘടനാപരമായി പ്രവർത്തനം നടക്കുക എന്നും ഹരീഷ് സാൽവെ ചോദിച്ചു. അതേസമയം മധ്യപ്രദേശ്, രാജസ്ഥാൻ സർക്കാരുകൾ കേന്ദ്ര സർക്കാർ വാദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിലപാടെടുത്തത്. റഫറൻസിൽ 28-ാം തീയതി വീണ്ടും വാദം നടക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സിപിഎമ്മിനെയും ബിജെപിയെയും വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രാഹുൽ വിഷയത്തിൽ പ്രതികരിക്കുമ്പോഴാണ് വിഡിയുടെ വെല്ലുവിളി. ഈ വിഷയത്തിൽ അധികം കളിച്ചാൽ വൈകാതെ പലതും പുറത്തുവരുമെന്നും തെരഞ്ഞെടുപ്പ് വരെ കാത്തുനിൽക്കേണ്ട എന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കാളയെ കൊണ്ട് മാർച്ച് നടത്തിയ ബിജെപിക്കാർ ആ കാളയും കൊണ്ട് ഉടൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തേണ്ടി വരുമെന്നും രാഹുലിന്റേത് അടഞ്ഞ അധ്യായമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കണം. കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട്. ഇതുമായിട്ട് അല്ല നോക്കൂ, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. അല്ല വെച്ചോ, അല്ലല്ല അതൊക്കെ ഇലക്ഷനൊക്കെ എത്ര ദിവസം അല്ല ഇലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും? ഒരുപാട് ദിവസമില്ലേ ഇലക്ഷന്? അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാമോ? അത്രയും ദിവസമൊന്നും പോകാൻ പാടില്ല. അല്ല നോക്കാം.
പിന്നെ BJPക്കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്നലെ ഒരു കാളയുമായിട്ട് കൻ്റോൺമെൻറ്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും. ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിൻ്റെ മുറ്റത്ത് കെട്ടിയിടണം. വി ഡി സതീശനെ രാഹുൽ ഭീഷണിപ്പെടുത്തുന്നുണ്ടാകാമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. അതിൽ സതീശൻ ഭയക്കുന്ന പോലെ BJPയെ ഭയപ്പെടുത്താമെന്ന് കരുതേണ്ട എന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട മഹിളാമോർച്ച, യുവമോർച്ച പ്രവർത്തകരെ അണിനിരത്തി സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രക്ഷോഭം നടത്താൻ BJP തീരുമാനിച്ചിട്ടുണ്ട് എന്നും MT രമേശ് കൂട്ടിച്ചേർത്തു. നേതാവ് വി ഡി സതീശൻ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് എന്ന് കേരളത്തിന് മനസ്സിലാക്കുന്നില്ല. MLA രാജിവെക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും തന്നെയാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും കേരളത്തിലെ കോൺഗ്രസിന്റെ മഹിളാ നേതാക്കന്മാരും പഴയ KPCC പ്രസിഡന്റുമാരുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പരസ്യമായ നിലപാട് സ്വീകരിച്ചതാണ്. അത് കേരളത്തിലെ ബഹുജനങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒരു ആവശ്യമായിരുന്നു. ഇത്രമാത്രം ആരോപണ വിധേയനായ ഒരു വ്യക്തി MLA ആയി തുടരുന്നത് ജനങ്ങളോടും ജനാധിപത്യ സംവിധാനത്തോടുമുള്ള അങ്ങേയറ്റത്തെ വെല്ലുവിളിയാണ്, അങ്ങേയറ്റത്തെ പരിഹാസ്യമായിട്ടുള്ള ഒരു നടപടിയാണ്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം എല്ലാ കോണുകളും ഉയർന്നു വന്നിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം അവസാനിച്ചെന്ന വി ഡി സതീശൻ ഹൃദയവേദനയോടുകൂടിയാണ് സഹപ്രവർത്തകനെ പുറത്താക്കിയത്. മുഖം നോക്കാതെയാണ് നടപടി സ്വീകരിച്ചത്. ബലാത്സംഗ കേസിൽ പ്രതിയായ മന്ത്രി ഇപ്പോഴും നിയമസഭയിലുണ്ട്. CPM-നെതിരെ ഉയരുന്ന ആരോപണങ്ങൾ മറച്ചുവെക്കാനാണ് ഈ വിഷയം ഉയർത്തിപ്പിടിക്കുന്നതെന്നും CPM അധികം അഹങ്കരിക്കേണ്ട എന്നും സതീശൻ കോഴിക്കോട് പറഞ്ഞു. ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല. ആ സബ്ജക്റ്റ് ക്ലോസ് ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയാം? ആ സബ്ജക്റ്റിൻ്റെ മറവിൽ, ആ സബ്ജക്റ്റിൽ ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത, ഞാൻ പറഞ്ഞല്ലോ, ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്. കാരണം മുഖം നോക്കലല്ല, നമ്മുടെ ബന്ധമല്ല, അടുപ്പമല്ല, നിലപാടാണ്. ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അതിന് പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് പറഞ്ഞു നിലപാടെടുത്തത്. ഉമാ തോമസിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നവർ മൂടുതാങ്ങികളെന്ന് KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ. ഉമാ തോമസിന്റെ പാരമ്പര്യം അറിയാത്തവരാണ് അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലല്ല. രാഹുലാണ് കാര്യങ്ങൾ വിശദീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. രാഹുലിനെതിരായ നടപടി മാതൃകാപരമാണെന്നും മുരളീധരൻ ഇടുക്കി ചെറുതോണിയിൽ വ്യക്തമാക്കി. ഉമാ തോമസിൻ്റെ പാരമ്പര്യത്തിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. ഇവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുമ്പ് അവർ KSUവിലുണ്ടായിരുന്നു. ഉമാ തോമസ് എന്തറിയാണ്ട ഈ ജൽപ്പനങ്ങൾ നടത്തുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ചില മൂടുതാങ്ങികൾ പാർട്ടിയുടെ സൽപ്പേര് നശിപ്പിക്കാൻ വേണ്ടി സൈബറുമായിട്ട് ഇറങ്ങിയിരിക്കുക. ചില ഓഡിയോ ക്ലിപ്പിങ്സ് പുറത്തു വരികയും ഇത് സമൂഹത്തിൽ ചർച്ചയാവുകയും ചെയ്തപ്പോൾ ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും നിന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യാൻ എടുത്ത തീരുമാനം. അത് ഒരു മാതൃക തന്നെയാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും കാണിക്കാത്ത ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. രാഹുലാണ് തീരുമാനം എടുക്കുന്നത്. ഞങ്ങളൊരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. നിരപരാധിത്വം തെളിയിച്ചു വരുന്നവരെ പാർട്ടിക്കകത്ത് സ്ഥാനമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായി കോൺഗ്രസിന്റെ നടപടിയെ വിലയിരുത്താനാകില്ലെന്ന മന്ത്രി വി ശിവൻകുട്ടി. നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാണ് മാത്രമാണിത്. നടപടിയിലേക്ക് പോകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ രാഹുൽ നേതാക്കളെ ഭീഷണിപ്പെടുത്തി. ഉമാ തോമസിനെ വളരെ മോശമായാണ് കോൺഗ്രസ് ആക്ഷേപിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ക്രിമിനൽ സിൻഡിക്കേറ്റാണ് സ്ത്രീകൾക്കെതിരെ ആക്രമണം നടത്തുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റിന് നൽകിയ ശിക്ഷയായി കാണുന്നതിന് വേണ്ടി കഴിയില്ല. കാരണം ഇത് വെറും ഒരു സസ്പെൻഷൻ മാത്രമാണ്. ഇത് നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. കാരണം സമൂഹത്തിൽ നിന്നാകെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നപ്പോൾ നടപടിയിലേക്ക് പോകുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന് മനസ്സിലാക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടം നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായി.
CPM നേതാക്കൾ കോഴി ഫാം നടത്തുന്നു എന്ന് പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPM കോഴി ഫാം എന്ന ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. കോഴി ഫാം മുതലാളിയായ മുഖ്യമന്ത്രി സ്ത്രീ പീഡകരായ നേതാക്കളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. CPM കോഴി ഫാം നടത്തുന്നു എന്നെഴുതിയ പോസ്റ്ററുകൾ ക്ലിഫ് ഹൗസിലേക്കുള്ള വഴിയിലെ മതിലിൽ പതിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കണ്ടോൺമെന്റ് ഹൗസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ബാരിക്കേഡുകൾ തള്ളിമാറ്റാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ കൊലക്കേസിൽ വഴിത്തിരിവ്. മൃതദേഹം ഹേമചന്ദ്രന്റേത് എന്ന് തെളിയിക്കുന്ന DNA പരിശോധനാ ഫലം പുറത്തുവന്നു. മൃതദേഹം ഉടൻ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കണ്ണൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം ഹേമചന്ദ്രന്റേതെന്ന് സ്ഥിരീകരിച്ചത്. മുമ്പ് DNA പരിശോധന നടത്തിയപ്പോൾ മൃതദേഹം ഹേമചന്ദ്രന്റേതെന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. സാഹചര്യ തെളിവുകൾ വെച്ച് കൊല്ലപ്പെട്ടത് ഹേമചന്ദ്രൻ ആണെങ്കിലും ഹേമചന്ദ്രൻ തന്നെയാണെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ DNA ഫലം പോസിറ്റീവ് ആകണമായിരുന്നു. കണ്ണൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം ഹേമചന്ദ്രന്റേതെന്ന് സ്ഥിരീകരിച്ചത്. കേസിൽ മുഖ്യപ്രതിയായ നൌഷാദ് അടക്കം 5 പേരാണ് പിടിയിലായത്. കോഴിക്കോട് മായനാട്ടെ വാടക വീട്ടിൽ 2 വർഷത്തോളമായി താമസിക്കുകയായിരുന്ന ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് കാണാതായത്. തുടർന്ന് അന്വേഷണത്തിൽ കഴിഞ്ഞ ജൂലൈ 28-നാണ് ചേരമ്പാടി വനത്തിൽ നിന്നും ഹേമചന്ദ്രന്റെ മൃതദേഹം പുറത്തെടുത്തത്. കാണാതായി 2 ദിവസത്തിനു ശേഷം കൊല നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കാസർഗോഡ് കോട്ടിക്കുളത്ത് അടച്ചിട്ട വീട്ടിൽ പുരാവസ്തു ശേഖരം കണ്ടെത്തിയ സംഭവത്തിൽ കേന്ദ്ര പുരാവസ്തു വകുപ്പ് പരിശോധന ആരംഭിച്ചു. ബേക്കൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വാളുകളടക്കം കണ്ടെത്തിയിരുന്നു. കേന്ദ്ര പുരാവസ്തു വകുപ്പ് സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റ് S. വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് പുരാവസ്തു ശേഖരം കണ്ടെത്തിയ വീട്ടിൽ പരിശോധന നടത്തുന്നത്. ഓഗസ്റ്റ് 18-ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ബേക്കൽ പോലീസ് കോട്ടിക്കുളത്തെ പരേതനായ മുഹമ്മദ് കുഞ്ഞിയുടെ അടച്ചിട്ട വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വാളുകളും തോക്കുമടക്കം കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വിദേശത്ത് നിന്ന് എത്തിച്ചതെന്ന് സംശയിക്കുന്ന 100-ലധികം പുരാവസ്തു സാമഗ്രികൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ള വാളുകളും തോക്കുകളും പരിശോധിച്ച് പുരാവസ്തു ശേഖരമാണ് വീട്ടിലുണ്ടായതെന്ന് കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഉറപ്പാക്കി. കണ്ടെത്തിയ വസ്തുക്കളുടെ പഴക്കം ഇപ്പോൾ നിർണ്ണയിക്കാൻ കഴിയില്ലെന്നാണ് പുരാവസ്തു വകുപ്പ് നൽകുന്ന വിവരം. അടുത്ത 2 ദിവസങ്ങളിലായി പരിശോധനകൾ തുടരും. അതേസമയം വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള സാധന സാമഗ്രികൾ ഗൾഫിൽ നിന്ന് കാർഗോ വഴി എത്തിച്ചതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത് പറഞ്ഞെങ്കിൽ അവർ ഗൾഫിൽ നിന്ന് കാർഗോ എന്ന സാധനമാണ്. എത്ര കൊല്ലം മുമ്പ് സാധനം വന്നിട്ട് അവർ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യും. അത്ര തന്നെ അവർക്ക് പഴയ വസ്തുക്കൾ ഇങ്ങനെ അവിടുന്ന് കിട്ടുന്നതാണ് പറയുന്നത്. നമുക്ക് അറിഞ്ഞത് അവിടുന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടൊന്നുമില്ല. അവിടുന്ന് കിട്ടുന്നത് അവർ കൊണ്ടിട്ട് ഇവിടെ വെക്കും. പുരാവസ്തു ശേഖരം നടത്തിയ പ്രവാസിയായ മുഹമ്മദ് കുഞ്ഞി മരിച്ചിട്ട് 7 വർഷമായി. അമൂല്യമായ വസ്തുക്കൾ ശേഖരത്തിൽ ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് പോലീസും പുരാവസ്തു വകുപ്പും. അമൃത ന്യൂസ്, കാസർഗോഡ്. ശബരിമലയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പങ്കെടുക്കില്ല. മുൻകൂട്ടി തീരുമാനിച്ച പരിപാടി ഉണ്ടായതിനാലാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതെന്ന് തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കി. സ്റ്റാലിന്റെ അഭാവത്തിൽ 2 മന്ത്രിമാരെ നിയോഗിച്ചതായി സ്റ്റാലിൻ അറിയിച്ചു. അയ്യപ്പ സംഗമത്തിലേക്ക് MK സ്റ്റാലിനെ ക്ഷണിച്ചതിനെതിരെ BJP രംഗത്ത് വന്നിരുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. 1-ാം വർഷ പോളിടെക്നിക് വിദ്യാർത്ഥിനിയായ കീർത്തനയാണ് മരിച്ചത്. അമ്മ വഴക്കു പറഞ്ഞതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ശബരിമലയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ. വാസവന്റേത് രാഷ്ട്രീയ ഗൂഢലക്ഷ്യമാണെന്നും തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ പിടിച്ചെടുക്കാനുള്ള ലക്ഷ്യമാണ് വാസവനെന്നും കുമ്മനം കുറ്റപ്പെടുത്തി. സ്റ്റാലിനെ ക്ഷണിക്കാൻ വാസവൻ പോയത് എന്തിനാണ്? മന്ത്രിക്ക് ഭക്തജന സമ്മേളനം വിളിച്ചുകൂട്ടാൻ അവകാശമില്ലെന്നും കുമ്മനം പറഞ്ഞു. ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാർ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഭക്തജനങ്ങളുടെ എന്തെങ്കിലും താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതിന് ഉത്തരം പറയാൻ എന്തുകൊണ്ട് വാസവന് കഴിയുന്നില്ല? ഇതിനെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് ഈ ഭക്തസംഗമത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്ന വാസവന്റെ നടപടി
അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അയ്യപ്പ സംഗമത്തിലേക്ക് സംഘപരിവാർ സംഘടനകളെ ക്ഷണിച്ച സംഭവത്തിൽ പ്രതികരണവുമായി വി.ഡി. സതീശൻ. ഭൂരിപക്ഷ പ്രീണനത്തിനാണ് CPM പരിപാടി നടത്തുന്നത്. സംഘപരിവാറും CPM-ഉം എല്ലായ്പ്പോഴും ഒരുമിച്ചാണ്. CPM തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത്. അയ്യപ്പ സംഗമത്തിലേക്ക് തങ്ങളെ ക്ഷണിച്ചിട്ടില്ലെന്നും അതിനെക്കുറിച്ച് അറിയില്ലെന്നും വി.ഡി. സതീശൻ കോഴിക്കോട് പ്രതികരിച്ചു. ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള സർക്കാർ തീരുമാനം വന്നതു മുതൽ വിവാദങ്ങൾ പുകയുകയാണ്. പരിപാടിയിൽ സ്റ്റാലിൻ പങ്കെടുക്കുന്നതിനെതിരെയായിരുന്നു ആദ്യ വിമർശനം. എന്നാൽ ഇപ്പോൾ സംഘപരിവാർ സംഘടനകളെ ക്ഷണിച്ചതാണ് ചർച്ചയാകുന്നത്. ഭൂരിപക്ഷ പ്രീണനത്തിനായാണ് CPM പരിപാടി നടത്തുന്നതെന്നാണ് വിഷയത്തിൽ വി.ഡി. സതീശൻ പ്രതികരിച്ചത്. സംഘപരിവാറും CPM-ഉം എല്ലായ്പ്പോഴും ഒരുമിച്ചാണ്. CPM തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നതെന്നും വി.ഡി. സതീശൻ കോഴിക്കോട് പറഞ്ഞു. CPM ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ്. എന്നു മുതലാണ് CPM-ന് ശബരിമലയോട് ഈ പ്രേമമുണ്ടായത്? ഭൂരിപക്ഷ വർഗീയതയാണ് CPM ഉയർത്തുന്ന ആയുധം. ഇപ്പോൾ വരുന്ന ആയുധം സംഘപരിവാർ ഒരുമിച്ച് നടത്തട്ടെ. ഒരുമിച്ചാണല്ലോ, എല്ലാ ഏർപ്പാടും ഒരുമിച്ചാണല്ലോ. ഒരുമിച്ച് നടത്തട്ടെ. നമ്മൾ കാണാം, കേരളം കാണാം. പക്ഷേ CPM തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്. സംഗമത്തിലേക്ക് തങ്ങളെ ക്ഷണിച്ചിട്ടില്ലെന്നും അതിനെക്കുറിച്ച് അറിയില്ലെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. 2019 മുതൽ കാണാതായ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിൽ മരിച്ചെന്ന വാർത്ത വിശ്വസിക്കാനാകാതെ കുടുംബം. മകൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകാമെന്ന പ്രതീക്ഷ അസ്തമിച്ചെങ്കിലും ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വസിക്കാനാകില്ലെന്നും വിജിലിന്റെ അച്ഛൻ പ്രതികരിച്ചു. 2019 മാർച്ച് 29-ന് ഉച്ചഭക്ഷണത്തിനെത്താമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തുപോയ ചുങ്കം സ്വദേശി വിജിലിന്റെ മരണവാർത്ത പോലീസിൽ നിന്നും ഇന്നലെയാണ് ഈ കുടുംബം അറിഞ്ഞത്. ബോംബെയിൽ എത്തിയിട്ടുണ്ടാവും, അതായിരിക്കും ഇവരൊക്കെ വന്നത്. ഒന്നത് പോലീസ് ഉടനെ വരണമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ച് ചെന്നാണ്. സന്തോഷിച്ച് ചെന്നപ്പോൾ അവിടുന്ന് ഒരു കാമണി കുറഞ്ഞപ്പോൾ അവിടെ ഇവിടെ ഇരിക്കുന്ന പോലീസുകാരൊക്കെ എല്ലാം ആകെ ഇങ്ങനെ നിൽക്കുക. സിയ വന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങളെ മകൻ വിജിൽ പോയിട്ടോ, അപ്പോൾ അറിയാൻ വിളിച്ചാൽ പുറത്തൊക്കെ തട്ടിയിട്ട് പറഞ്ഞ് വിഷമിക്കേണ്ട, 6 കൊല്ലത്തിൻ്റെ മുമ്പേ മരിച്ചേക്കുന്നത്. 6 മാസം മുൻപ് കോഴിക്കോട് കമ്മീഷണർ നാരായണൻ വിജിലിന്റെ തിരോധാന കേസ് അന്വേഷിക്കാൻ എലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്തിന് നിർദ്ദേശം നൽകിയതോടെയാണ് കേസിൽ വഴിത്തിരിവായത്. അന്ന് ഒപ്പമുണ്ടായിരുന്ന വിജിലിന്റെ സുഹൃത്തുക്കളായ 3 പേരെ വീണ്ടും ചോദ്യം ചെയ്തതോടെ വിജിൽ അമിതമായ ലഹരി ഉപയോഗത്തിനിടെ മരണപ്പെട്ടെന്ന് തെളിഞ്ഞു. മൊഴി നൽകിയ 35-കാരനായ എരഞ്ഞിപ്പാലം കുളങ്ങരക്കണ്ടി മീത്തൽ KK നിഖിൽ, 37-കാരനായ വേങ്ങേരി തടമ്പാട്ട് താഴം ചെന്നിയാമ്പുയിൽ ദീപേഷ് എന്നിവർക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകിയിട്ടുണ്ട്. മരണപ്പെട്ട വിജിലിനെ പ്രതികൾ സരോവരം പാർക്കിനടുത്ത് ചതുപ്പിൽ താഴ്ത്തുകയായിരുന്നു. വിജിലിന്റെ അസ്ഥികൾ പിന്നീട് പ്രതികൾ തന്നെ കടലിൽ ഒഴുക്കിയെന്നാണ് മൊഴി. എന്നാൽ നിരവധി തവണ സുഹൃത്തുക്കളോട് തന്റെ മകനെക്കുറിച്ച് അന്വേഷിച്ചിട്ടും ഒന്നും പറയാതിരുന്നവർ ഇപ്പോൾ നൽകിയ ഈ മൊഴികളിലും സംശയമുണ്ടെന്ന് വിജിലിന്റെ അച്ഛൻ വിജയൻ പറഞ്ഞു. ഇവര് 3-4 അപ്പോൾ ഇവർക്ക് ബോധം വന്നപ്പോൾ ഇവൻ കിടക്കുകയാണോ അല്ലേ, പോലീസ് പറഞ്ഞ അങ്ങനെയാണ്. കിടക്കുന്ന കണ്ടപ്പോൾ ഇവർ കുറച്ച് കഴിഞ്ഞ് എണീറ്റ് പോകുമെന്ന് പറഞ്ഞിട്ട് ഇവർ പോയിക്കാളില്ലേ. പിന്നെ പുറത്തെ തറമ്പാട്ടായി താമസിക്കുന്നത്, മറ്റേ 2ാമത്തെ താടി നിഖിൽ സരോവരത്തിൻ്റെ അതിലങ്ങനെ മേലോട്ട് വാഴത്തീർത്തിന്ന് അറിയും. അന്നേരമാണ് താമസിക്കുന്നത്. കാരണം എരിപ്പാൽ ഞങ്ങൾ 15 കൊല്ലം താമസിച്ചാണ്. അപ്പോൾ ആ ഏരിയ ഒക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ തറമ്പാട്ടായം പോയിട്ട് പിന്നെ ബോധം വന്നോന്ന് അറിയാൻ വന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതിൽ തന്നെ ഒരു ഇതില്ലേ, അന്നപ്പോൾ ബോധമില്ല എന്നും പറയുന്നത്. അപ്പോൾ എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പോൾ ഇവർക്ക് 2 അല്ല 3 ചെയ്യാൻ പറ്റാത്തതാണത്. അതായത് അന്നേരം പിടിച്ചുകൊണ്ട് ഓവ് കൊണ്ടുപോയി ഇട്ടെന്ന് പറഞ്ഞ് സ്ലാബെടുത്ത് മേലിട്ട് വണ്ടി എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വണ്ടി കയറി പോയതാണെങ്കിൽ കൊച്ചോട്ടെ എന്നൊക്കെ വിചാരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞേ. അന്നപ്പോൾ അതിന് പിന്നിലാരോന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലാകുന്നത്. വിജിൽ മരിച്ചതിന് ശേഷം 8-ാം മാസം കുഴി തുറന്ന് അസ്ഥികൾ പുറത്തെടുത്ത് കടലിൽ ഒഴുക്കിയെന്ന പ്രതികളുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മൃതദേഹം കണ്ടെടുക്കാനുള്ള നടപടിക്കൊരുങ്ങുകയാണ് എലത്തൂർ പോലീസ്. വിജിലിന് അച്ഛൻ വിജയനും അമ്മ വസന്തയും കൂടാതെ സഹോദരൻ വിജിത്തുമാണുള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്. പത്തനംതിട്ട കല്ലറക്കടവ് അച്ചൻകോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. പത്തനംതിട്ട അഞ്ചക്കാല സ്വദേശി അസൽ അജിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കൂടെയുണ്ടായിരുന്ന നബീലിനായി തെരച്ചിൽ തുടരുകയാണ്. ഇരുവരും 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്.
സ്കൂളിൽ നിന്ന് വന്നത്. ഇവർ രണ്ടുപേര് ഇറങ്ങിയില്ലായിരുന്നു. ബാക്കി പിള്ളേർ രണ്ടുപേര് ഇറങ്ങി ആ തിട്ടേക്കൂടെ നടന്നതപ്പോൾ കാല് തന്നെ പോയെന്നാണ് എന്നോട് പറഞ്ഞത്. ബാക്കി 3 പേര് ഓടിപ്പോയി. ഇവർ രണ്ടുപേരും കൂടെ കിടന്ന് വിളിച്ചു പോയി. തൊട്ടടുത്ത ചേച്ചിയും പറഞ്ഞു. ഇവർ രണ്ടും കൂടി അവരുടെ വീട്ടിൽ കയറി പറഞ്ഞപ്പോഴാണ് അവർ അറിയിച്ചതെന്ന് പറഞ്ഞെല്ലാം. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ADGP MR അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കി സർക്കാർ. അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഒഴിവാക്കും. സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്ന് DGP. സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് മുൻ DGPയുടെ റിപ്പോർട്ട് പുനഃപരിശോധിച്ചത്. താക്കീത് നൽകിയ അന്വേഷണം അവസാനിപ്പിച്ചേക്കും. പൂരം കലക്കലിലെ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് MR അജിത് കുമാറിന്റെ ഇടപെടലുകളെക്കുറിച്ച് അന്വേഷിച്ചത്. തൃശൂർ പൂരം കലക്കിയ സമയത്ത് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ സ്ഥലത്തുണ്ടായിരുന്നിട്ടും യാതൊരു ഇടപെടലും നടത്താൻ തയ്യാറായില്ല എന്നായിരുന്നു കണ്ടെത്തൽ. ഈ കണ്ടെത്തലിനെ തുടർന്ന് കൃത്യവിലോപം നടത്തിയ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ശുപാർശ സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയിരുന്നു. കൂടാതെ തനിക്കെതിരെ അജിത് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന P. വിജയന്റെ ആരോപണവും ശരിവച്ചിരുന്നു. 2 റിപ്പോർട്ടുകളും അംഗീകരിച്ച് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഫയൽ അയച്ചു. എന്നാൽ ഇത് രണ്ടും നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖറിന് സർക്കാർ തിരിച്ചയച്ചു. റവാഡ ചന്ദ്രശേഖർ ഫയൽ പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. MR അജിത് കുമാറിനെ പോലീസിൽ നിന്നും മാറ്റിയതിനാൽ കടുത്ത നടപടി വേണ്ട എന്നാണ് നിലവിലെ തീരുമാനം. താക്കീത് നൽകി അന്വേഷണം അവസാനിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. കേസിൽ വിജിലൻസ് സ്വീകരിച്ച നടപടിക്രമങ്ങൾ സംബന്ധിച്ച് വിശദീകരണം നൽകണം. കീഴുദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയത് തെറ്റാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണം വേണമെന്ന വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണത്തിന് പ്രോസിക്യൂഷൻ അനുമതിയുണ്ടോയെന്നും കോടതി ചോദിച്ചു. ഇക്കാര്യം വിജിലൻസ് വ്യക്തമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പുതിയ GST സമ്പ്രദായം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. അടിയന്തര GST കൗൺസിൽ യോഗം സെപ്റ്റംബർ 3-4 തീയതികളിൽ വിളിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിലെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൗൺസിൽ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിന്റെ ആശങ്ക അറിയിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. സാധാരണഗതിയിൽ എല്ലാവരും വിചാരിക്കുന്നത് ഇത് വളരെ നല്ലതാണല്ലോ, ടാക്സൊക്കെ കുറയും, എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളത് വിചാരിക്കുന്നതാണ്. അത് സംബന്ധിച്ച് കുറേ ആശങ്കകൾ നമുക്കുണ്ടെന്ന് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്നേക്കുന്ന നിർദ്ദേശങ്ങൾ GST കൗൺസിലിൽ ചർച്ച ചെയ്യും. കുറേ ആശങ്കകൾ കേരളം പങ്കുവച്ചിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളും പങ്കുവച്ചിട്ടുണ്ട്, അവിടെ ചർച്ച ചെയ്യും. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇത് വരുമ്പോൾ ഒന്നാമത്തെ നമ്മൾ പറയുന്നത് ഇത് വന്നു കഴിയുമ്പം കേരളത്തിൻ്റെ ഉൾപ്പെടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ വലിയ കുറവുണ്ടാവും. വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചെലവുകളെയും എല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. ആര്യനാട് പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രതിനിധിയായ വാർഡ് മെമ്പർ ശ്രീജ S ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CPM-നെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. CPM പ്രവർത്തകരും പഞ്ചായത്ത് പ്രസിഡന്റും അപവാദം പറഞ്ഞു പരത്തിയതിൽ മനം നൊന്താണ് ആത്മഹത്യ ചെയ്തതെന്ന് ഭർത്താവ് ജയകുമാർ ആരോപിച്ചു. ആത്മഹത്യയ്ക്ക് കാരണം CPM പ്രവർത്തകരാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധിച്ചു. CPM-നെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മോഹനൻ ആരോപണങ്ങൾ നിഷേധിച്ചു. ഇന്ന് രാവിലെയാണ് ആര്യനാട് പഞ്ചായത്ത് മെമ്പർ ശ്രീജയെ ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ CPM-നെതിരെയും പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. പലരിൽ നിന്നും കടം വാങ്ങിയ തുക ഈ മാസം 30-നകം ശ്രീജ തിരിച്ചു നൽകാമെന്ന വാക്ക് നൽകിയതായി കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം ശ്രീജയ്ക്കെതിരെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയും അധിക്ഷേപിക്കുന്ന തരത്തിൽ പഞ്ചായത്തിൽ പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ചെയ്തുവെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ഇതിൽ മനംനൊന്താണ് ശ്രീജ ആത്മഹത്യ ചെയ്തതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. ഒരു 22 ലക്ഷം രൂപ ഉണ്ടായെന്ന് അവൾ തന്നെ പറഞ്ഞതായിട്ട് എനിക്കറിയാം. ഈ മാസം 30-ാം തീയതിക്കകത്ത് പൈസ കൊടുത്ത് തീർക്കുമെന്ന് പാർട്ടി നേതൃത്വമായിട്ട് നമ്മളെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോയി KSF-ൽ ലോൺ റെഡിയായി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ മാസം 30-ാം തീയതി കൊടുക്കുമെന്ന് പറഞ്ഞ വാക്കിൽ തന്നെ അത് കൊടുത്ത് തീർക്കുന്നത് CPM-നെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അത് അവസരം ഉണ്ടാക്കൂല എന്നറിഞ്ഞുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കുട്ടിയെ വെറും നികിഷ്ടമായിട്ട് കരുതി കഴിഞ്ഞാൽ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് അപ്പോൾ ഇന്നലെ വളരെ നികിഷ്ടമായിട്ട് ഏകദേശം ഒരു സ്ത്രീയോടെയും ഈ രീതിയിലുള്ള തേജോവധം ചെയ്യുന്ന രീതിയിലല്ല അവർ കരുതി കഴിഞ്ഞാൽ പറഞ്ഞത്. പ്രതിഷേധ പരിപാടിയിൽ ശ്രീജയെ വ്യക്തിഹത്യ ചെയ്തുവെന്നും അതിനുശേഷം വലിയ മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ഭർത്താവ് ജയകുമാറും കൂട്ടിച്ചേർത്തു. ഇന്നലെ രാത്രി മുതൽ വെളുക്ക നേരം ഉറങ്ങാതെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു.
ഞാൻ അങ്ങനെ റോട്ടിൽ ഇറങ്ങുമെന്ന് ചോദിച്ചുകൊണ്ട് അവർ അവളെ അനാവശ്യമായിട്ട് പറഞ്ഞ് മോശമായ രീതിയിൽ പെരുമാറി. ഇന്നലെ ഇവിടെ ആര്യനാട് ജംഗ്ഷനിൽ പ്രതിഷേധം വെച്ചത്, നികൃഷ്ടമായ രീതിയിൽ ആക്ഷേപിച്ചത്. അങ്ങനെ അവർക്ക് പഞ്ചായത്തിൽ അവരോടത്തും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തത്. അതിൻ്റെ മനോവിഷമത്തിൽ അവൾ ചെയ്തത്. സാമ്പത്തിക ബാധ്യതയുള്ളവരെ അപമാനിക്കുന്നതിനായി പൊതുയോഗം വിളിക്കുന്ന പാർട്ടിയായി CPM മാറിയിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. അതിനു വേണ്ടിയിട്ട് മാത്രം ഒരു പൊതുയോഗം നടത്തുക. ഇവർക്ക് ആർക്കും കാശ് കൊടുക്കാനില്ല, CPM-കാർക്ക് കാശ് കൊടുക്കാനില്ല. കടമുള്ളവർക്കെതിരായിട്ട് പൊതുയോഗം നടത്തുന്ന പാർട്ടിയാണ് CPM. അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ രംഗത്തെത്തി. ഉന്നയിക്കാമല്ലോ, അതിനൊന്നും അവർ പറയുന്നവരെ നമ്മളൊന്നും ഞാൻ വേറെ ഒന്നും പറയാനും പോകുന്നില്ല. അത് അവരുടെ ഇഷ്ടം. നിലവിൽ അസ്വാഭാവിക മരണത്തിന് ആര്യനാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. ശ്രീജിയുടെ സംസ്കാര ചടങ്ങുകൾ നാളെ 9 മണിയോടുകൂടി നടക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കൂടുതൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഈ വരുന്ന 30-31 തീയതികളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്ത് ജലസംഭരണ ടാങ്കുകൾ കഴുകി വൃത്തിയാക്കണമെന്നാണ് ആരോഗ്യമന്ത്രി വകുപ്പിന്റെ നിർദ്ദേശം. അതേസമയം രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 8ആയി. കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ 6 പേരും വയനാട് സ്വദേശികളായ 2 പേരുമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ ഓമശ്ശേരിയിൽ നിന്നുള്ള 3 മാസം പ്രായമുള്ള കുട്ടി വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മറ്റുള്ളവരുടെ നിലയിൽ ആശങ്കപ്പെടാനില്ലെന്ന് അധികൃതർ അറിയിച്ചു. അതോടൊപ്പം താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച അനയയുടെ മറ്റൊരു സഹോദരനായ 12 വയസ്സുകാരൻ രോഗലക്ഷണങ്ങളുമായി ചികിത്സയിൽ കഴിയുകയാണ്. അതേസമയം സംസ്ഥാനത്ത് കൂടുതൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഈ വരുന്ന 30-31 തീയതികളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെയും ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്ത് ജലസംഭരണ ടാങ്കുകൾ കഴുകി വൃത്തിയാക്കണമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിത കേരളം മിഷൻ, ജലവിഭവ വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ. നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളുള്ള 2 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. ആത്മനിർഭർ ഭാരതത്തിന് കീഴിൽ തദ്ദേശീയമായി നിർമ്മിച്ച INS ഉദയഗിരി, INS ഹിമഗിരി എന്നിവയാണ് വിശാഖപട്ടണത്ത് നടന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിച്ചത്. ഏതൊരു ഭാരതീയനും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണിത്. ആത്മനിർഭർ ഭാരതിന് കീഴിൽ ഇന്ത്യ കുതിപ്പ് തുടരുന്നു. അമേരിക്കയുടെ താരിഫ് ഭീഷണികൾക്കും മറ്റ് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ വിജയം കൈവരിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് INS ഉദയഗിരിയും INS ഹിമഗിരിയും. INS उदयगिरी और INS हिमगिरी की कमीशनिंग आत्मनिर्भर भारत के सपने की एक साकार होती तस्वीर है. साथ ही हमारे विजन और कमिटमेंट का भी मैं मानता हूं कि यह प्रमाण है. यह आत्मनिर्भरता का हमारा पक्का संकल्प है. यह डिफेंस प्रोडक्शन में सेल्फ रिलायंस की ओर हमारा ये बहुत ही डिसाइसिव स्टेप है. രൂപകൽപ്പന, സെൻസസ് സംവിധാനങ്ങൾ, ആയുധശേഷി എന്നിവയിലൊക്കെ മുൻതലമുറയേക്കാൾ ഏറെ മുൻപന്തിയിലുള്ള ഈ കപ്പലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് സഞ്ചരിക്കാനുള്ള കഴിവാണ്. 30 വർഷത്തിലേറെ സേവനം നൽകി ഡീകമ്മീഷൻ ചെയ്ത INS ഉദയഗിരി, INS ഹിമഗിരി എന്നീ കപ്പലുകളുടെ സ്മരണാർത്ഥമാണ് പുതിയ കപ്പലുകൾക്ക് ഈ പേരുകൾ നൽകിയിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യയുടെ പ്രോജക്റ്റ് 17 ആൽഫയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന കപ്പലുകളിൽ 75% ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുംബൈയിലെ മസഗോൺ കപ്പൽശാലയിലാണ് ഉദയഗിരി നിർമ്മിച്ചിരിക്കുന്നത്. നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത 100ാമത്തെ കപ്പൽ കൂടിയാണിത്. കൊൽക്കത്തയിലെ കപ്പൽശാലയിലാണ് INS ഹിമഗിരി ഒരുങ്ങിയത്. ഇതാദ്യമായാണ് 2 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്നത്. ഇതോടൊപ്പം രാജ്യത്തെ തൊഴിലവസരങ്ങൾക്ക് കൂടി ഇവയുടെ നിർമ്മാണം മുതൽക്കൂട്ടായിട്ടുണ്ട്. 4000-ഓളം പേർക്ക് നേരിട്ടും
10,000-ഓളം പേർക്ക് പരോക്ഷമായും ഇതിലൂടെ തൊഴിൽ ലഭിച്ചുവെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്ക്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നാവികസേനയുടെ ശ്രമങ്ങൾക്ക് ഇരട്ടി ഊർജം പകർന്നുകൊണ്ടാണ് പുതിയ യുദ്ധക്കപ്പലുകൾ സജ്ജമായിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന ആധിപത്യത്തിനെതിരെ ശക്തമായ പ്രതിരോധ സംവിധാനമായി പ്രവർത്തിക്കാൻ നാവികസേനയെ പുതിയ കപ്പലുകൾ സഹായിക്കും. മലാക്ക കടലിടുക്ക് മുതൽ ആഫ്രിക്ക വരെയുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ നാവിക സാന്നിധ്യം ശക്തമാക്കാനും ഇതിലൂടെ സാധിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പൊന്നോണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര നടന്നു. മന്ത്രി പി രാജീവ് അത്തപതാക ഉയർത്തി. എം പി രാജേഷ് അത്താഘോഷം ഉദ്ഘാടനം ചെയ്തു. നടൻ ജയറാമാണ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അത്തപതാക ഉയർന്നതോടെ സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. മന്ത്രി എം പി രാജേഷ് അത്താഘോഷം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി രാജീവ് അത്തപതാക ഉയർത്തി. തുല്യതയുടെയും സമത്വത്തിന്റെയും ആഘോഷമാണ് ഓണമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. എത്ര ചവിട്ടിത്താഴ്ത്തിയാലും സമത്വമെന്ന ആദർശം അതിജീവിക്കും. ഓണാഘോഷം ഹരിതാഘോഷമായി നടത്തുന്നതിന്റെ കൂടി തുടക്കമാണ് അത്തമെന്നും മന്ത്രി പറഞ്ഞു. മനുഷ്യർ മുഴുവൻ ഒന്നായി കാണുന്ന ഇതുപോലൊരു ആഘോഷം ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റിടത്തും ഇല്ല എന്നതും നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത്തവണ മഹാബലിയുടെ ചക്രവർത്തി സമത്വത്തിന്റെ ചക്രവർത്തി മാത്രമായിട്ടല്ല സർക്കാർ കാണുന്നത്, വൃത്തിയുടെ ചക്രവർത്തിയായിട്ട് കൂടിയാണ് സർക്കാർ കാണുന്നത്. ഹരിത ഓണം എന്ന ആശയത്തെ മുൻനിർത്തിയുള്ള ലോഗോ കേരളത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് പ്രകാശനം ചെയ്തത്. നടൻ ജയറാമാണ് അത്തഘോഷയാത്രയ്ക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തത്. കേരളം ലോകത്തിന് മാതൃകയൊക്കെ കാണിക്കുന്നത് ജാതിയില്ല, മതമില്ല, എല്ലാവരും ഒത്തൊരുമിച്ച് സ്നേഹത്തോടുകൂടി ആഘോഷിക്കുന്നത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാകട്ടെ. കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്നതായിരുന്നു ഘോഷയാത്ര. വിവിധ കലാരൂപങ്ങൾക്ക് പുറമെ ആനുകാലിക സംഭവങ്ങൾ കൂടി കോർത്തിണക്കിയ നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയിൽ അണിനിരന്നു. MLA കെ ബാബു, നടൻ രമേശ് പിഷാരടി, തൃപ്പൂണിത്തുറ നഗരസഭയിലെ അംഗങ്ങളും അത്തം ഘോഷയാത്രയുടെ ഉദ്ഘാടന വേദിയിൽ സന്നിഹിതരായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് കേൾക്കുമ്പോൾ തന്നെ ജലോത്സവ പ്രേമികളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പേരാണ് കാരിച്ചാൽ. ജലചക്രവർത്തിയായി അറിയപ്പെടുന്ന കാരിച്ചാൽ ചുണ്ടനാണ് ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ചുണ്ടൻ. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷിംഗ് വര കടന്നതും കാരിച്ചാൽ തന്നെ. ലാലേട്ടനെ പോലെ ഇടത്തോട്ട് ഒരു ചെരിവുള്ള അവനെ താരരാജാവിനോടും ഉപമിക്കുന്നു. ഇടം തോള് ചരിച്ച് മലയാള സിനിമാ ലോകത്തിലേക്ക് കടന്നു വന്ന താരരാജാവ് മോഹൻലാലാണെങ്കിൽ ജലോത്സവ പ്രേമികൾക്കിടയിൽ ജലരാജാവ് അവനാണ്. പ്രതിനായകനായി എത്തി ലാലേട്ടൻ അബ്രപാളികൾ കീഴടക്കിയതുപോലെ വില്ലൻ വേഷമണിഞ്ഞ് അമരമൊന്ന് ചിരിച്ച് ആദ്യ മത്സരത്തിൽ തന്നെ കായലിൻ്റെ ഓളപ്പരപ്പിലേക്ക് ഊളിയിട്ടവൻ. മത്സരവള്ളംകളിക്ക് ചേർന്നവനല്ല എന്ന് വിധി എഴുതിയവരെ കൊണ്ട് തന്നെ ആർപ്പുളിപ്പിച്ച കാരിരുമ്പിൻ്റെ കരുത്തുള്ള പോരാളി കാരിച്ചാൽ. ജലചക്രവർത്തി കാരിച്ചാൽ ചുണ്ടൻ. ആയിരത്തി 1971 ആദ്യമായി നെഹ്റു ട്രോഫിക്കിറങ്ങിയ പുത്തൻ ചുണ്ടൻ പാതി വഴിയിൽ മുങ്ങിത്താഴ്ന്നു. ഇനിയൊരു തിരിച്ചുവരവ് അവനില്ല എന്ന് എല്ലാവരും വിധിയെഴുതി. എന്നാൽ കാലം കാത്തുവച്ച കർമ്മനീതി പോലെ 74 കപ്പുയർത്തി അവൻ വിമർശകർക്ക് മറുപടി നൽകി. വിധി പോലും തോറ്റു തല താഴ്ത്തിയ നിമിഷം അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് കണ്ടത് കായലിൻ്റെ ഓളങ്ങളെ ഭേദിച്ചുള്ള അവൻ്റെ തേരോട്ടം. തോറ്റുപോയിടത്തു നിന്നും വിമർശകരെ കൊണ്ടുപോലും കൈയടിപ്പിച്ച പോരാട്ടത്തിൻ്റെ നാളുകൾ. 16 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട വീരൻ. ഒടുവിൽ കാലം അവനെ വിളിച്ചു ജലചക്രവർത്തി. ഈ വള്ളം സ്പീഡ് എടുക്കുമ്പോൾ ആ സ്പീഡിനനുസരിച്ച്
അതിൻ്റെ വേഗത കിട്ടാൻ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചരിഞ്ഞു കൊടുക്കും. ആ തുഴച്ചിലിൻ്റെ അനുസരിച്ച് വേഗത വരുമ്പോഴേ വെള്ളം നൂരത്തുള്ളൂ. മോഹൻലാലും ഇടതുവശം ചരിഞ്ഞ് കിടക്കുന്നു, ഇവനും ചരിഞ്ഞേ കിടക്കത്തുള്ളൂ. കാരിച്ചാൽ ചുണ്ടനും മോഹൻലാലിനുമായിട്ട് ഉപമിക്കുന്നുമുണ്ട്. ആ കരുത്തിന് മുന്നിൽ ആ ട്രോഫിക്ക് പോലും പ്രണയം തോന്നിയിരിക്കാം. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി അവനെ തേടിയെത്തിയത് ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയാണ്. അവൻ അങ്ങനെ കുതിച്ചു പായുമ്പോൾ പുന്നമടയിലെ ഓളങ്ങൾ പോലും അവന് മുന്നിൽ നിന്ന് പേടിച്ച് വഴിമാറിയിട്ടുണ്ടാകണം. സ്വന്തം റെക്കോർഡ് തന്നെ തിരുത്തി ഒരിക്കൽ കൂടി ഫിനിഷിംഗ് വരെ കടന്ന വീണ്ടും ഒരു റെക്കോർഡ് കുറിക്കുവാൻ അവനല്ലാതെ വേറെ ആർക്കാണ് കഴിയുക? KGF അടക്കി വാണത് റോക്കിയാണെങ്കിൽ നെഹ്റു ട്രോഫി അടക്കി വാണത് അവൻ മാത്രമാണ്. കാരിച്ചാൽ ചുണ്ടൻ സിൻസ് 1971. നെഹ്റു ട്രോഫി വള്ളംകളി എന്നത് ഒരാവേശമാണെങ്കിൽ കാരിച്ചാൽ എന്നത് ഒരു വികാരമാണ്. മലയാള സിനിമയ്ക്ക് മോഹൻലാൽ എന്ന പോലെ ജലോത്സവ ലോകത്തിന് അവനാണ് ഹീറോ. അവൻ മാത്രമാണ് ചക്രവർത്തിയും. അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ.